ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2023-24 വർഷത്തെ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും കൂടെ ഒരുമിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതേണ്ടത് ഓരോന്നിനും ഒരു സ്കോർ വീതമാണ്. ഒന്നാമത്തെ ചോദ്യം, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്? ഗാന്ധിജി, ആഡം സ്മിത്ത്, കാൾ മാർക്സ്, ദാദാബായ് നവറോജി. ഓക്കെ, ഗാന്ധിജി, ആഡം സ്മിത്ത്, കാൾ മാർക്സ്, ദാദാബായ് നവറോജി. ആരാണ്? ഓപ്ഷൻ ബി, ആഡം സ്മിത്ത് ആണ്. രണ്ടാമത്തെ ചോദ്യം, ഹര്യങ്ക രാജവംശത്തിലെ ഭരണാധികാരി ആര്? ഐഡന്റിഫൈ ദ റൂളർ ഓഫ് ദ ഹര്യങ്ക ഡൈനാസ്റ്റി. ബിംബിസാരൻ, ശിശുനാഗൻ, കാലശോകൻ, മഹാപത്മനാഭൻ. ഓക്കെ, ബിംബിസാരൻ, ശിശുനാഗൻ, കാലശോകൻ, മഹാപത്മനാഭൻ. ആരാണ്? ഓപ്ഷൻ എ ആണ്, ബിംബിസാരനാണ് ശരിയായിട്ടുള്ള ഉത്തരം. മൂന്നാമത്തേത്, അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ള ഭൂനികുതി ഏത്? ഉദകഭാഗ, ബലി, ഭാഗ, ശൂൽക്ക. ഓക്കെ, ഐഡന്റിഫൈ ദ ടാക്സ് ഓൺ ലാൻഡ് മെൻഷൻ ഇൻ അർത്ഥശാസ്ത്ര. ഉദംഗഭാഗ, ബാലി, ഭാഗ, ശൂൽക്ക. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്, ഭാഗ എന്നുള്ളതാണ്. നാലാമത്തെ ചോദ്യം നോക്കാം. ലോക തണ്ണീർത്തട ദിനം ഏത്? ഐഡന്റിഫൈ ദ വേൾഡ് വാട്ടർഷെഡ് ഡേ. മാർച്ച് 22, ഡിസംബർ 5, ജൂൺ 5, ഫെബ്രുവരി 2. ഏതാണ്? ഫെബ്രുവരി 2 തീയതി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 5 മുതൽ 7 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. ഓക്കെ, ആൻസർ ഓൾ ക്വസ്റ്റ്യൻ ഫ്രം 5 to 7, ഈച്ച് ക്യാരീസ് 2 സ്കോർ. 5ാമത്തെ ചോദ്യം, പ്രാചീന മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് ഗുഹാചിത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്? വാട്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ ലൈഫ് ഓഫ് ഏർലി ഹ്യൂമൻസ് ഡു വി ഗെറ്റ് ഫ്രം ദ കേവ് പെയിൻറ്റിങ്സ്? എന്തൊക്കെയാണ്? 100 animals കളക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ റീക്രിയേഷണൽ ആക്ടിവിറ്റീസ്. അവർ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു, സംഘമായി വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ നമുക്ക് ഗുഹാചിത്രങ്ങളിൽ നിന്ന്, കേവ് പെയിൻറ്റിങ്സിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. 6ാമത്തേതാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഇവിടെ മൂവേന്ദർമാർ തലസ്ഥാനം, ഈ 2 രീതിയിലാണ് പട്ടിക തന്നിട്ടുള്ളത്. ആദ്യത്തേത് ചേരന്മാർ. ചേരന്മാരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് മുച്ചിരിയാണ്. ഓക്കെ, ദ ചേരാസ്, മുച്ചിരി. അടുത്തത് പാണ്ഡ്യന്മാരാണ്. പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ദ പാണ്ഡ്യാസ്. എവിടെയാണ്? മധുരൈയാണ്. ഓക്കെ, മധുരൈ. അടുത്തത് ഉറയൂരാണ് തലസ്ഥാനം എന്ന് തന്നിട്ടുണ്ട്. മൂവേന്ദർമാർ ആരാണെന്നാണ് എഴുതേണ്ടത്. ആരാണ്? ചോളാസ് ആണ്. ഓക്കെ, ദ ചോളാസ്, ചോളന്മാർ എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. അതിൽ 7ാമത്തെ ചോദ്യം, ചെറിയ തോത് ഭൂപടങ്ങൾ എന്നാൽ എന്ത്? ഒരു ഉദാഹരണം എഴുതുക. വാട്ട് ആർ സ്മോൾ സ്കെയിൽ മാപ്സ്? ഗീവ് ആൻ എക്സാമ്പിൾ. എന്താണ് കൂട്ടുകാരെ ചെറിയ തോത് ഭൂപടം എന്ന് പറഞ്ഞാൽ? മാപ്പ് ഷോയിങ് ഓൺലി ദ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഓഫ് ലാർജർ ഏരിയാസ് ആർ കോൾഡ് സ്മോൾ സ്കെയിൽ മാപ്പ്. അഥവാ വലിയ ഭൂപ്രദേശത്തിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം അറ്റ്ലസ് മാപ്പ്, വാൾ മാപ്പ്. ഓക്കെ, അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടം എന്നിവയൊക്കെ ഇത്തരത്തിലുള്ള സ്മോൾ സ്കെയിൽ ഭൂപടങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ എനി 4 ഫ്രം ക്വസ്റ്റ്യൻസ് 8 to 12. അഥവാ 8 മുതൽ 12 വരെയുള്ളതിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഈച്ച് ക്യാരീസ് 3 സ്കോർ. ഓരോന്നിനും 3 മാർക്ക് വീതമാണ്. 8ാമത്തേത്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു റോക്സ്. റോക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഫസ്റ്റ് വൺ, വിച്ച് ടൈപ്പ് ഓഫ് റോക്സ് ആർ നോൺ ആസ് പ്രൈമറി റോക്സ്? ഏതിനെയാണ് നമ്മൾ പ്രൈമറി റോക്സ് എന്ന് പറയുന്നത്? എന്തിനെയാണ്? ഇഗ്നിയസ് റോക്കിനെയാണ് നമ്മൾ പ്രൈമറി റോക്ക് എന്ന് പറയുന്നത്. ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ സെഡിമെൻ്ററി റോക്ക്. സെഡിമെൻ്ററി റോക്കിന് ഒരു എക്സാമ്പിൾ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. എന്താണ്? സാൻഡ്സ്റ്റോൺ ആണ്. സാൻഡ്സ്റ്റോൺ ആണ് സെഡിമെൻ്ററി റോക്കിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. തേർഡ് വൺ, വിച്ച് ടൈപ്പ് ഓഫ് റോക്സ് ആർ മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ കേരള? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് റോക്കാണ്? ഏതാണ്? മെറ്റാമോർഫിക് റോക്കാണ്. ഓക്കെ, മെറ്റാമോർഫിക് റോക്ക്. 9th ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ കൺട്രോൾ? സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ. സോഷ്യൽ കൺട്രോളിൻ്റെ ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് എഴുതാനാണ് പറയുന്നത്. എന്താണ് കൂട്ടുകാരെ സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ? The pressure and interventions exerted by each social group over its members in order to ensure and sustain a safe environment is called a social control. അഥവാ സ്വസ്ഥപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്താനും നിലനിർത്താനുമായി ഓരോ ഗ്രൂപ്പും, ഓരോ സോഷ്യൽ ഗ്രൂപ്പും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന
റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ്: ഇൻ എവറി സൊസൈറ്റി ദർ ആർ സെർട്ടൻ കോമൺലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ. ഒരു സൊസൈറ്റിക്ക് എന്താണ്, അവർ അംഗീകരിക്കപ്പെട്ട ഒരു പെരുമാറ്റ ചട്ടമുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ ഉണ്ടായിരിക്കും. സൊസൈറ്റി എസ്റ്റാബ്ലിഷസ് സ്യൂട്ടബിൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ റെഗുലേഷൻ ഓഫ് ബിഹേവിയർ ആൻഡ് സോഷ്യലൈസേഷൻ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അതുപോലെ തന്നെ പെരുമാറ്റ നിയന്ത്രണത്തിനും സാമൂഹീകരണത്തിനും ഉചിതമായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് രൂപം നൽകുകയും ചെയ്യും. സോഷ്യൽ കൺട്രോൾസ് ഈസ് ഫോർമലി ഇംപ്ലിമെൻറ്റഡ് ത്രൂ ദ സിസ്റ്റം സച്ച് ആസ് പോലീസ്, കോർട്ട്, പ്രിസൺ ആൻഡ് മിലിറ്ററി. മാത്രമല്ല പോലീസ്, കോടതി, ജയില്, മിലിറ്ററി തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ സാമൂഹിക ആ ഒരു കൺട്രോള് നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഔപചാരികമായിട്ട് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മലയാളം മീഡിയം നോക്കാം. അപ്പോൾ 8 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക. ഓരോന്നിനും 3 സ്കോർ വീതമാണെന്ന് പറഞ്ഞു. 8ാമത്തേത് ശിലകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 1. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്ന ശിലകൾ ഏതാണ് കൂട്ടുകാരെ പ്രാഥമിക ശിലകൾ എന്ന് പറയുന്നത്? ആഗ്നേയ ശിലകളാണ്. ഓക്കെ. 2ാമത്തേത് അവസാദ ശിലയ്ക്ക് ഒരു ഉദാഹരണം എഴുതാനാണ് പറയുന്നത്. അവസാദ ശിലയ്ക്ക് ഉദാഹരണം മണൽക്കല്ല് എന്നുള്ളതാണ്. 3ാമത്തേത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏത് ശിലയാണ്? കായാന്തരിത ശിലയാണ്. ഓക്കെ, കായാന്തരിത ശിലകൾ. 9. സാമൂഹ്യ നിയന്ത്രണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? സാമൂഹ്യ നിയന്ത്രണത്തിന്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതുക. എന്താണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ? സ്വസ്ഥപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്താനും നിലനിർത്താനുമായി ഓരോ സാമൂഹ്യ സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളെയും ഇടപെടലുകളെയുമാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. ഇതിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഓരോ സമൂഹത്തിലും പൊതുവെ അംഗീകരിക്കപ്പെട്ട ചില പെരുമാറ്റ രീതികളുണ്ട്. പെരുമാറ്റ നിയന്ത്രണത്തിനും സാമൂഹീകരണത്തിനും ഉചിതമായ സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് സമൂഹം രൂപം നൽകുന്നു. അതുപോലെ തന്നെ പോലീസ്, കോടതി, ജയിൽ, പട്ടാളം തുടങ്ങിയ സംവിധാനങ്ങൾ സാമൂഹ്യ നിയന്ത്രണം ഔപചാരികമായി നിർവഹിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ എന്ന് പറയുന്നത്. അടുത്തത് 10ാമത്തെ ചോദ്യം: ആഗോളതാപനം ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നത് എങ്ങനെ? ഹൗ ഡസ് ഗ്ലോബൽ വാർമിംഗ് ബിക്കം എ ത്രെറ്റ് ടു ദ ലൈഫ് ഫോംസ്. എങ്ങനെയാണ് ഗ്ലോബൽ വാർമിംഗ് ജലജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നത്? എങ്ങനെയാണ്? സീ ലെവൽ മേ റൈസ് ആസ് എ റിസൾട്ട് ഓഫ് മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്. Destruction in the social ecosystem may lead to the problems such as food crisis, large scale of migration, etc. That leads to the depletion of many species of plants and animals in the ecosystem. അഥവാ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്നതിലൂടെ ജലനിരപ്പ് ഉയരും. സമുദ്രതീര ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന നാശത്തിന് കാരണമാകും. അതുമൂലം ഭക്ഷ്യ ദൗർലഭ്യം, വൻതോതിലുള്ള കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. കൂടാതെ ആവാസ വ്യവസ്ഥയിലെ പല സസ്യജാലങ്ങളുടെയും നാശത്തിന് വഴിതെളിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ജീവികൾക്ക് ഒരുപാട് ഭീഷണിയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അടുത്ത ചോദ്യം നോക്കാം. 11. പ്രളയം ഒരു ദുരന്തമായി മാറുന്നതിന് കാരണമാകുന്ന കേരളത്തിന്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്തെല്ലാം? മെൻഷൻ ദ ജിയോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കേരള വിച്ച് മേ കോസ് ദ ഫ്ലഡ് ടു ബിക്കം എ നാച്ചുറൽ ഡിസാസ്റ്റർ. എന്തൊക്കെ കാരണങ്ങളാണ് കൂട്ടുകാരെ ഉള്ളത്? ദ ടോപ്പോഗ്രഫി ഓഫ് കേരള ഈസ് ഡിവൈഡഡ് ഇൻ ടു ഹൈലാൻഡ്, മിഡ്ലാൻഡ് ആൻഡ് ലോലാൻഡ്. അതോ കേരളത്തിലെ ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് 3 തരത്തിലാണുള്ളത്: ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ് എന്ന രീതിയിലാണ്. കേരള ഹാവ് എ ടോപ്പോഗ്രഫി ദാറ്റ് സ്ലോപ്സ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. അഥവാ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ടോപ്പോഗ്രഫി ഉള്ളത്. മോർ ഓവർ ദ പ്രസൻസ് ഓഫ് 44 റിവേഴ്സ് ആൻഡ് അതർ വാട്ടർ ബോഡീസ്. 44 നദികളും മറ്റുള്ള വാട്ടർ ബോഡീസും. മാത്രമല്ല നല്ല മഴയും. ഇനി മലയാള മീഡിയം: കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞ കേരളത്തിൻ്റെ ഭൂഘടന കുന്നുകളും ചെങ്കുത്തായ മലനിരകളും വൻതോതിൽ നെൽപ്പാടങ്ങൾ മറ്റു ആവശ്യങ്ങൾക്കായി മണ്ണിട്ട് നികത്തുന്നത്, വ്യാപകമായ കുന്നിടിക്കൽ, പാറ പൊട്ടിക്കൽ, നദികളിലെ മണൽ ഊറ്റൽ തുടങ്ങിയവ, അശാസ്ത്രീയമായ ഭൂവിനിയോഗം, പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ ഇടപെടലുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് പ്രളയം ഒരു ദുരന്തമായിട്ട് മാറുന്നതിനുള്ള കാരണങ്ങളും. അടുത്ത ചോദ്യം 12. സാമൂഹ്യ സംഘം എന്ന നിലയിൽ കുടുംബത്തിൻ്റെ സവിശേഷതകൾ എഴുതുക. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി ആസ് എ സോഷ്യൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ സവിശേഷതകൾ എന്ന് പറയുന്നത്? ഒന്ന് എന്ന് പറയുന്നത് എന്താണ്? ഫാമിലി എന്ന് പറയുന്നത് ഒരു സ്മോൾ ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ സ്മോൾ ഗ്രൂപ്പാണ്. എലവേറ്റഡ് ഗ്രൂപ്പ് കോൺഷ്യസ്നസ്, ഫെമിലിയർ പീപ്പിൾ, കോമൺ വേസ് ഓഫ് ആക്ടിങ്,
സാറ്റിസ്ഫൈസ് ദ നീഡ്സ് ഓഫ് ദ മെമ്പേഴ്സ്, ഇൻഫ്ലുവൻസസ് പേഴ്സണാലിറ്റി. അഥവാ ചെറിയ സംഘങ്ങളായിരിക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചിതരായിരിക്കും, ഉയർന്ന സംഘബോധം ഉണ്ടായിരിക്കും, അഥവാ അവർക്കിടയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും അല്ലേ. അതുപോലെ പൊതുവായ ചില പ്രവർത്തന രീതികൾ ഉണ്ടായിരിക്കും, അംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതായിരിക്കും, വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നതുമായിരിക്കും. അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മുടെ ഫാമിലി ആലോചിച്ചാൽ മതി, അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 13 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 4 സ്കോർ വീതമാണ്. ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് ഫ്രം 13 to 15. ഈച്ച് ക്യാരീസ് 4 സ്കോർ. ഓക്കെ, 13ാമത്തേത് ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണത്തിന് സഹായകമാകുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഹെൽപ്ഫുൾ ഇൻ കളക്ടിങ് ആൻഡ് സ്റ്റോറിങ് ദ സർഫേസ് റൺ ഓഫ്? ഏതൊക്കെയാണ്? കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്, പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്, ടെറസ് ഫാമിംഗ്, മൾജിങ്, കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്, കൺസ്ട്രക്ഷൻ ഓഫ് മഡ് വാൾസ്. ഓക്കെ, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, വനങ്ങൾ നിലനിർത്തുക, മരങ്ങൾ നട്ടുവളർത്തുക, ബഹുനില കൃഷി, തട്ടുകൃഷി, പുതയിടൽ, തടയണകൾ നിർമ്മിക്കുക, കയ്യാലകൾ നിർമ്മിക്കുക, ഇങ്ങനെ തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മൾ ഉപരിതല നീരൊഴുക്കിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 14. ഹരിത വിപ്ലവം എന്നാൽ എന്ത്? ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി ഇന്ത്യയിലെ കാർഷിക മേഖലയിലുണ്ടായ നേട്ടങ്ങൾ എഴുതുക. ഓക്കെ, വാട്ട് ഈസ് ഗ്രീൻ റവല്യൂഷൻ? മെൻഷൻ ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടർ ആസ് എ റിസൾട്ട് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. അപ്പോൾ ആദ്യം എന്താണ് ഹരിത വിപ്ലവം എന്നുള്ളത് നമുക്ക് മലയാളം നോക്കാം. രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷവും ഇന്ത്യയുടെ ഭക്ഷ്യദൗർലഭ്യം പരിഹരിക്കാൻ കഴിയാത്തതിനാൽ കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. 1960 മുതൽ 1970 വരെയുള്ള ഒന്നാം ഘട്ടത്തിലും 1970 മുതൽ 1980 വരെയുള്ള രണ്ടാം ഘട്ടത്തിലുമായി നടന്ന കാർഷിക രംഗത്തെ ഈ മാറ്റം ഹരിത വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട നേട്ടം ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നെല്ല്, ഗോതമ്പ് എന്നിവയുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിഞ്ഞു. കൂടാതെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും കഴിഞ്ഞു. ഇതാണ് പ്രധാനമായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത്. ഇനി ഇംഗ്ലീഷ് മീഡിയമാണ്. വാട്ട് ഈസ് ഗ്രെയിൻ റവല്യൂഷൻ? മെൻഷൻ ദ അച്ചീവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ ആസ് എ റിസൾട്ട് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്രീൻ റവല്യൂഷൻ? ദ കംപ്ലീഷൻ ഓഫ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 5 years പ്ലാൻ കുഡ് നോട്ട് സോൾവ് ഇന്ത്യാസ് ഫുഡ് ഡെഫിഷ്യൻസി. ഇറ്റ് ലെഡ് ടു an all-out effort to achieve self-sufficiency in food and progress in agriculture. There occurred a quantum jump in food output and transformation in agriculture in 2 stages, 1960-70 and 1970-80, known as Green Revolution. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ 2-5 പഞ്ചവത്സര 5 years പ്ലാനിലും ഫുഡ് ഡെഫിഷ്യൻസിയുടെ ആ ഒരു ഇത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ വീണ്ടും ഒരു പ്രോഗ്രസ് കൊണ്ടുവന്നിട്ടുള്ളത്. Then, Green Revolution was made possible through the use of high-yielding seeds, improved irrigation, fertilizers and agriculture finance at low interest rate. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ നല്ല ഈൽഡ് ആയിട്ടുള്ള സീഡ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇറിഗേഷൻ ഫെസിലിറ്റീസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്തു. അതുമാത്രമല്ല ഫെർട്ടിലൈസേഴ്സൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ലോ ഇൻട്രസ്റ്റിൽ ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടായത്. ഇനി ഇതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ദ ഇൻക്രീസ്ഡ് ഫുഡ് ഔട്ട്പുട്ട് എസ്പെഷ്യലി ഇൻ വീറ്റ് ആൻഡ് റൈസ്. വീറ്റും റൈസും കൂടുതലായിട്ട് ഉണ്ടാക്കി. അതുപോലെ തന്നെ എൻഡഡ് അവർ ഡിപ്പെൻഡ്സ് ഓൺ ഫോറിനേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവസാനിച്ചു. അച്ചീവ്ഡ് സെൽഫ് സഫിഷ്യൻസി നേടിയെടുക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ റിസൾട്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15. എ കോളത്തിന് അനുയോജ്യമായി ബി കോളം ക്രമപ്പെടുത്തി എഴുതുക. അറേഞ്ച് ദ ഐറ്റംസ് ഇൻ കോളം ബി വിത്ത് അപ്രോപ്രിയേറ്റ് ഐറ്റംസ് ഇൻ കോളം എ. ഓക്കെ, എ ബി എന്നുള്ളത് വായിക്കാം. എയിൽ ഫസ്റ്റ് ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങൾ, നാച്ചുറൽ സിങ്സ് ഓഫ് സർഫേസ് വാട്ടർ. ഏതാണ്? തണ്ണീർത്തടങ്ങളാണ്, വെറ്റ്ലാൻഡ്സ് ആണ്. ഓക്കെ, വെറ്റ്ലാൻഡ്സ്. സെക്കൻഡ് വൺ, ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പ്, ദ സർഫേസ് ഓഫ് ദ വാട്ടർ റിച്ച് പാർട്ട് ബിനീത്ത് ഓഫ് ദ ഗ്രൗണ്ട്. ഏതാണ്? അത് വാട്ടർ ടേബിൾ ആണ്, ജലപീഠമാണ്. മൂന്നാമത്തേത് ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെടുന്ന ജലം,
ദ വാട്ടർ സ്റ്റോർഡ് ബിനീത്ത് ദ ഗ്രൗണ്ട്. ഏതാണ്? അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണ്. ഓക്കെ, അഥവാ ഭൂഗർഭ ജലമാണ്. അവസാനത്തേത് മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകൾ. ഷാലോ ട്യൂബ് വെൽസ് ഡിഗ് ഇൻ സാൻഡി റീജിയൻ. അത് നമ്മൾ പറയുന്നത് ഫിൽറ്റർ പോയിന്റ് വെൽസ് എന്നുള്ളതാണ്. ഓക്കെ, അരിപ്പ കിണറുകൾ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ചോദ്യം. 16 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 5 സ്കോർ വീതമാണ്. ആൻസർ എനി 2 ഫ്രം ക്വസ്റ്റ്യൻ 16 to 18. ഈച്ച് ക്യാരീസ് 5 സ്കോർ. ഓക്കെ, 16 2018 കേരളത്തിലുണ്ടായ പ്രളയത്തിന്റെ ആഘാതങ്ങളെ സംബന്ധിച്ച് ഒരു വിവരണം തയ്യാറാക്കാനാണ് പറയുന്നത്. ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദ ഇമ്പാക്ട് ഓഫ് ദ ഫ്ലഡ് ദാറ്റ് ഒക്കേർഡ് ഇൻ കേരള ഡ്യൂറിങ് 2018. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കതെന്താണ്? ജലസംഭരണികളുടെ കാര്യങ്ങൾ, കാർഷിക മേഖല, വളർത്തുമൃഗങ്ങൾ, ജീവഹാനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സബ് ഹെഡിങ് ആയിട്ടും എഴുതാവുന്നതാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, to manage the excess water in the reservoirs, 37 dams were opened. It took away 100 of leaves. This caused a considerable flooding in 30 out of 40 districts. It had its devastating effect on all sectors. The land environment sector was wholly affected by the flood. 2018 ഓഗസ്റ്റ് 18 മുതൽ 19 വരെ പെയ്ത മഴയെ തുടർന്ന് ജലസംഭരണികളിൽ താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു നീരൊഴുക്ക്. ഈ ജലത്തെ ക്രമീകരിക്കാനായി 37 അണക്കെട്ടുകളും തുറക്കേണ്ടി വന്നു. ഇടുക്കി അണക്കെട്ടിൻ്റെ 5 ഷട്ടറുകളും 26 വർഷത്തിനു ശേഷം തുറക്കേണ്ടി വന്നു. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞാണ് കേരളത്തിൻ്റെ ഭൂഘടന. ഇടുക്കി, വയനാട് ജില്ലകളിൽ പെയ്ത മഴ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഇടയാക്കി. കൂടാതെ പശു, ആട്, എരുമ, പോത്ത് തുടങ്ങിയ വളർത്തൽ മൃഗജീവികൾക്കും മറ്റു ജീവികളും ചത്തൊടുങ്ങി. കൂടാതെ എന്തൊക്കെയാണ്? 2018 മെയ് 29 മുതൽ 2019 ജനുവരി 30 വരെ 513 പേർക്ക് ജീവഹാനി സംഭവിച്ചു. അതിൽ 28 പേർ മുങ്ങി മരിക്കുകയും വഴി 152 പേർ മണ്ണിടിച്ചിലും മരിച്ചു. ഈ ഉരുൾപൊട്ടലിൽ 153 പേര് മരിച്ചു. കൂടാതെ 381 സ്ഥലത്താണ് ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിതിൽ എഴുതി ചേർക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 17. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എഴുതുക. റൈറ്റ് ദ എയിംസ് ഓഫ് NITI ആയോഗ്. ഓക്കെ, എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കൂട്ടുകാരെ? ടു ബ്രിങ് ഡൗൺ ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടേഴ്സ്, ടു യൂട്ടിലൈസ് ദ സർവീസസ് ഓഫ് ദ ഡോമിനൻറ്റ് മിഡിൽ ക്ലാസ് ഫോർ സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത്. Then to improve agriculture production by practicing mixed farming, to make use of services of non-resident Indians for economic and technical growth, to convert the cities into secure living centers using modern technology, to equip the nation to ഫേസ് ഗ്ലോബൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് മാർക്കറ്റ് ഫോഴ്സസ്. ഓക്കെ, അഥവാ വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങൾ ആക്കി മാറ്റുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അവസാനത്തെ ചോദ്യം 18. ട്രോപ്പോസ്ഫിയറിൻ്റെ സവിശേഷതകൾ വിശദമാക്കുക. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രോപ്പോസ്ഫിയർ എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? ദിസ് ലെയർ എക്സ്റ്റെൻസ് അപ് ടു 90 കിലോമീറ്റർ ഫ്രം ദ സർഫേസ് ഓഫ് ദ എർത്ത് ആൻഡ് ലൈസ് ക്ലോസ് ടു ദ എർത്ത്. The height of this troposphere is more is the equatorial region because of strong convection here. Almost all the weather and climatic phenomena such as cloud formation, rain, snow, wind, thunder and lightning etc. take place in this layer. In the troposphere, the temperature decreases as a uniform rate 1 degree Celsius for every 165 meter of altitude. This is called normal lapse rate. The zone of transition above the troposphere is called tropopause. ഓക്കെ, ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ഉയരം 13 കിലോമീറ്റർ വരെയാണ്. മധ്യരേഖ പ്രദേശത്ത് വായു ചൂട് പിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ കൂടുതൽ ഉയരമുണ്ട്. ഇതിൻ്റെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടി, മിന്നൽ തുടങ്ങിയവ സംഭവിക്കുന്നത് ഇവിടെയാണ്.
മാത്രമല്ല ഇതിൻ്റെ സംക്രമണ മേഖലയെ നമ്മൾ ട്രോപ്പോപാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. നമ്മൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും കൂടെ ഒരുമിച്ച് നോക്കിയതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാവർക്കും നല്ല മാർക്കിനെ സ്കോർ ചെയ്യാനും കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.